അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ദിക്റുകൾ ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പഠിക്കാം. നമുക്കറിയുന്ന ദിക്റുകൾ തന്നെയാണ്, പക്ഷെ അത് ചൊല്ലേണ്ട രൂപം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന 4 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അള്ളാഹുവുമായിട്ട് നിങ്ങളുടെ എല്ലാ സമയവും ബന്ധിപ്പിക്കണം. 4 വിഷയങ്ങൾ. ഒന്നാമത്തത് ഷഹാദത്ത് കലിമ, രണ്ടാമത്തത് നിങ്ങളുടെ പാപമോചനം തേടൽ, മൂന്നാമത്തത് പരിശുദ്ധ സ്വർഗം തേടൽ, നാലാമത്തത് നരകത്തിൽ നിന്ന് കാവൽ തേടൽ. എന്ത്? ഒന്ന് കലിമത്തു തൗഹീദ് അടിയുറച്ച് ഉറപ്പിക്കുക. എങ്ങനെ? ഷഹാദത്ത് കലിമ ഉറപ്പിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാനുള്ള ഇസ്തിഗ്ഫാർ, പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. മൂന്നാമത്തത് നമുക്ക് പോകേണ്ടത് പരിശുദ്ധ സ്വർഗത്തിലേക്കാണ്. ഈ റമളാൻ കൊണ്ടും നോമ്പ് കൊണ്ടും തറാവീഹ് കൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പരിശുദ്ധ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കുള്ള ചോദ്യം എന്നെ കടത്തണേ. നാലാമത്തത് റബ്ബ് നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റിൻ്റെ തോതനുസരിച്ച് നമ്മളെ നരകത്തിലിട്ട് ശിക്ഷിക്കേണ്ടതാണല്ലോ, പക്ഷേ അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടണം, നരകത്തിൽ നിന്ന് കാവൽ കിട്ടാൻ. ഈ ഒരു 4 കാര്യങ്ങൾ പരിശുദ്ധ റമളാനിൽ സദാസമയം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. അതാണ് നമ്മൾ ചൊല്ലുന്ന ദിക്ർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും എങ്ങനെയാണ് ചൊല്ലേണ്ടത് ദിക്ർ. നമ്മൾ കേട്ട് പഠിച്ച, പണ്ടിങ്ങനെ കേട്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്താണോ ചെല്ലുന്നതെന്ന് പോലും അറിയാതെ ഇങ്ങനെ അടിച്ചു വിടാറുണ്ട്. എല്ലാവരും ചെല്ലുമ്പോൾ ഞാനും ചെല്ലാം. അങ്ങനെ മുമ്പ് ഒരു ജാഥ പോയി, അങ്ങനെ എന്ത് ചെയ്തു, മുമ്പിൽ നിൽക്കുന്ന ആൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, കാര്യമായിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ മുമ്പിൽ നിൽക്കുന്ന ആളിങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഏറ്റു പറയുന്നുണ്ട്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് ഇത് കേൾക്കുന്നില്ല, എന്താണ് ഈ മുമ്പിൽ നിൽക്കുന്ന ആൾ വിളിച്ചു പറയുന്നതെന്ന്. അവസാനം വിളിച്ച് എന്ത് ചെയ്തു, ഇയാൾ പറയാൻ തുടങ്ങി, മുമ്പേ പോകുന്നവൻ എന്ത് പറഞ്ഞോ അങ്ങനെ തന്നെ സിന്ദാബാദ്. നമ്മുടെയൊക്കെ അവസ്ഥ അതാണ് പലപ്പോഴും. മുമ്പേ പോകുന്നവൻ എന്ത് പറഞ്ഞോ അങ്ങനെ തന്നെ സിന്ദാബാദ്. എന്താണ് ആ പറയുന്നത് കേൾക്കുന്നില്ല, പക്ഷേ എന്തോ പറയുന്നുണ്ട്, അത് കേട്ടിട്ട് എന്ത് ചെയ്യുക, സിന്ദാബാ വിളിക്കാം. ഇതേപോലെ എന്താണ് ഈ ചൊല്ലുന്നത് എന്ന് അറിയില്ല. ഇമാമ് ചൊല്ലുന്നുണ്ട്, കൂടെ ഇരിക്കുന്ന മുഅദ്ദിൻ ചൊല്ലുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ ചുണ്ടനക്കി തൊണ്ട അനക്കി എന്ത് ചെയ്യുക, ഒന്ന് ഒപ്പിച്ചങ്ങോട്ട് പോകുന്ന പരിപാടി അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്താണ് ആ പറയുന്നത് ഒന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. എന്താണ് ഈ ചോദിക്കുന്നത്? ആത്മാർത്ഥമായിട്ട് കൽബിൽ നിന്നല്ല അത് വരേണ്ടത്. കൽബിൽ നിന്നാണ് ആ ചോദ്യം വരേണ്ടത്. കൽബിൽ നിന്നാണ് ആ സമ്മതിക്കൽ വരേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഒന്നുകൂടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ പരിശുദ്ധമായ നോമ്പനുഷ്ഠിച്ചിട്ട്, റബ്ബേ, ഞാൻ നിനക്കല്ലാതെ മറ്റൊരാൾക്ക് ഇബാദത്ത് ചെയ്യൂല, നീ അല്ലാതെ മറ്റൊരു ആരാധനയ്ക്ക് അർഹനില്ല, നീ മാത്രമാണ് യജമാനൻ, നീ മാത്രമാണ് ആരാധ്യൻ, നീ മാത്രമാണ് യഥാർത്ഥ ഇലാഹ്. ഇത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു റബ്ബേ. ഇത് മാത്രമല്ല, ഞാൻ സാക്ഷ്യം വഹിച്ചാൽ മാത്രം പോരല്ലോ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തതാണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകാലുകൾ കൊണ്ട്, എൻ്റെ ബാഹ്യവും ആന്തരികവുമായ സകല അവയവങ്ങൾ കൊണ്ടും ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഇതാണ് രണ്ടാമത് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യമായി ഞാൻ നിന്നെ ആരാധിക്കുന്നു, നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് സാക്ഷ്യം വഹിക്കുന്നു. രണ്ടാമത്തത്, അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണ്, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവനാണ്, എൻ്റെ ശാരീരിക, എൻ്റെ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങൾ കൊണ്ട് ചെയ്ത മുഴുവൻ തെറ്റുകളും നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്. മൂന്നാമത്തൊരു സംഗതി, ഈ മാപ്പ് ചെയ്തിട്ട് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നത് പരിശുദ്ധ സ്വർഗമാണ്.
മാപ്പ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് സ്വർഗമാണല്ലോ. കാരണം അവിടേക്ക് പോകാനാണല്ലോ ഞാൻ കൊതിക്കുന്നത്. ഈ റമദാൻ കൊണ്ടും അതുപോലെ നോമ്പ് കൊണ്ടൊക്കെ എൻ്റെ പ്രതീക്ഷ എന്താണ്? സ്വർഗത്തിൽ കിടക്കണമെന്നാണ്. അസ്അലുക്കൽ ജന്ന, അസ്അലുക ഞാൻ നിന്നോട് ചോദിക്കുന്നു, അസ്അലുക റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ജന്നത്ത സ്വർഗത്തെ. അസ്അലുക്കൽ ജന്ന എന്നാണ്. പല ആളുകളും അത് വേറെ എന്തൊക്കെയോ പറയല്. അസ്അലുക്കൽ ജന്ന റബ്ബേ ഞാൻ നിന്നോട് സ്വർഗത്തെ തേടുന്നു. വഅഊദു ബിക മിനന്നാർ, എങ്ങനെ? വഅഊദു ബിക മിനന്നാർ, നിന്നോട് ഞാൻ കാവൽ തേടുന്നു. വഅഊദു ബിക, നിന്നോട് ഞാൻ കാവൽ തേടുന്നു. മിനന്നാരി, കത്തിയാളുന്ന നരകത്തിൽ നിന്നും. സ്വർഗത്തിൽ എന്നെ നീ കടത്തണം, നരകത്തിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണം. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു ആശയം നമ്മുടെ കൽബിൽ ഉണ്ടാകണം. ഇത് കൽബിൽ കണ്ടുകൊണ്ടായിരിക്കണം ചോദിക്കേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇങ്ങനെ ആയിരിക്കണം ചോദിക്കേണ്ടത്. ഇനി ഓരോ 10 വരുമ്പോഴും പ്രത്യേക ദിക്റുകൾ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. എങ്ങനെ? ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആണ്, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10ആണ്, മൂന്നാമത്തെ 10 ഇത്ഖും മിനന്നാറിൻ്റെ 10ആണ്, നരകമോചനത്തിൻ്റെ 10ആണ്. റമളാനിനെ 3 ഭാഗമാക്കി 3 10കളാക്കി നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അവ്വലുഹു റഹ്മത്തുൻ വ ഔസതുഹു മഗ്ഫിറത്തുൻ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. അപ്പോൾ ആദ്യത്തെ റഹ്മത്തിൻ്റെ 10ൽ നമ്മൾ ചോദിക്കേണ്ട എന്താ? റഹ്മത്ത് ചോദിക്കണം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. എങ്ങനെ? اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم അല്ലാഹുവേ ഇർഹംനി, എന്നോട് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, എനിക്ക് നീ കരുണ ചെയ്യണേ അല്ലാ. യാ അർഹമർ റാഹിമീൻ, റഹ്മത്ത് ചെയ്യുന്നവരിൽ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാനായ അല്ലാ, എന്നോട് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഇതാ നമ്മൾ ചോദിക്കുന്നത്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് ചൊല്ലിപ്പോരാൻ നമ്മൾ കൃത്യമായിട്ട് ചൊല്ലുന്ന ദിക്റുകളൊക്കെ കൃത്യമായിട്ട് ചൊല്ലാൻ പഠിക്കണം. അതുപോലെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10ആണ്. ആ മഗ്ഫിറത്തിൻ്റെ 10ൽ റബ്ബിനോട് നമ്മൾ മഗ്ഫിറത്ത് തേടണം. അതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്ത്? അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അല്ലാഹുവേ ഇഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. ദുനൂബി, എൻ്റെ പാപങ്ങൾ, ഞാൻ ചെയ്ത പാപങ്ങൾ. യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ എനിക്ക് നീ ഞാൻ ചെയ്ത പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അങ്ങനെ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തത് പല ആളുകളും എന്തൊക്കെയോ ചൊല്ലുന്നൊരു ദിക്റാണ്. യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. പക്ഷെ ചോദിക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചുവിടുക. ഞാൻ ഒന്ന് ചൊല്ലിത്തരാം ഇൻഷാ അല്ലാഹ്. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. ഇങ്ങനെയാണ് ദിക്റുള്ളത്. നമ്മൾ ഇനി ചൊല്ലി നോക്കി എങ്ങനെയാ ചെല്ലുന്നതെന്ന്. നമ്മൾ ഓരോരുത്തരും ചെല്ലുന്ന രൂപം അറിയാൻ പറ്റും. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. എങ്ങനെ? اللهم അല്ലാഹുവേ അഅ്തിഖ്നി മിനന്നാർ, എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ, എന്നെ നീ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. വഅദ്ഖിൽനിൽ ജന്നത, റബ്ബേ സ്വർഗ്ഗത്തിൽ എന്നെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ അല്ലാ. ലോകരക്ഷിതാവായ അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ എന്നെ നീ കടത്തണം, നരകത്തിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകണം. അതുമാത്രമല്ല, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച നൽകുന്നവനാണ്, നീയാണ് വിട്ടുവീഴ്ച നൽകുന്നവൻ. വിട്ടുവീഴ്ച നൽകലിനെ നീ ഇഷ്ടപ്പെടുന്നവനാണ്, പുറത്തു തരലിനെ മാപ്പ് ചെയ്യലിനെ നീ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ, എനിക്ക് നീ മാപ്പ് ചെയ്തു തരണേ അല്ലാ. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഒന്നുകൂടെ ചൊല്ലി നോക്കി. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ.
അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതാണ് നമ്മൾ ചോദിക്കുന്ന ദിക്റുകൾ. അപ്പോൾ ഇത് വലിയ ദുആയാണ്. ദിക്റിന് പുറമെ ഇത് വലിയ ദുആകളാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി പഠിക്കാനും ചൊല്ലിപ്പഠിക്കാനൊക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒന്നുകൂടെ ഞാൻ എല്ലാ ദിക്റുകളും ചൊല്ലുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഒന്നാമത്തത്. 2, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ടത്. ഇനി രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ടതോ അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ പത്തിൽ ചൊല്ലേണ്ടതോ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني. ഈ ഒരു ദിക്റുകൾ നമ്മൾ കൃത്യമായി ചൊല്ലിപ്പഠിക്കുക. റമദാനിൽ മുഴുവൻ ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകൂടാതെ പിഴവ് കൂടാതെ ഇബാദത്തുകൾക്ക് അവസരം നൽകുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. അവൻ്റെ പരിശുദ്ധ സ്വർഗത്തിൽ അല്ലാഹു നമ്മെ പ്രവേശിപ്പിച്ച് നരകത്തിൽ നിന്ന് അല്ലാഹു നമുക്കൊക്കെ രക്ഷ നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.